ഇതൊന്നുമില്ല. അവന് നന്നാവൻ ഉദ്ദേശമില്ല, അത്ര തന്നെ. ബിടെക് 4th സെമസ്റ്ററിന് പഠിക്കുമ്പോൾ അവന് പഠിക്കാൻ താല്പര്യമില്ല, ക്രിക്കറ്റർ ആവണമെന്ന് വാശി പിടിച്ചു. ബാംഗ്ലൂരിൽ ക്രിക്കറ്റ് പഠിക്കാൻ അയച്ചു. ഒരു സുപ്രഭാതത്തിൽ അത് മതിയാക്കി ഇങ്ങ് വന്നു. പിന്നെ ടെന്നീസ് വേണമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതും അങ്ങ് വിട്ടു. ബിസിനസ് നോക്കിക്കോളാന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഒന്ന് ഓഫീസിലേക്ക് വരിക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഇതുവരെ ഒരു നല്ല തീരുമാനം പോലും എടുക്കാൻ കഴിയാത്ത അവൻ അമ്മയുടെ ഈ തീരുമാനത്തെ എതിർക്കുന്നത് ന്യായമാണോ? കല്യാണി എന്നെ പറ. ന്യായമല്ല, എന്നാലും അനിയൻ കുഞ്ഞിന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ. പക്ഷെ നന്ദനയ്ക്ക് അവനെ ഇഷ്ടമാണ്. മാത്രമല്ല അമ്മയ്ക്കും അച്ഛനും മറ്റു ബന്ധുക്കൾക്കും എല്ലാം ഈ കല്യാണത്തോട് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് അവൻ അവളെ കല്യാണം കഴിച്ചേ പറ്റൂ. നന്ദന മോശക്കാരിയാണെന്ന് അവൻ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ തെറ്റിദ്ധാരണ മാറുമ്പോ എല്ലാം ശരിയാവും. ഇത് അമ്മ തീരുമാനിച്ച കല്യാണോ? ഞാൻ നടത്തിയിരിക്കും കല്യാണി. അവൻ ഒളിച്ചോടിപ്പോയ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് ഞാൻ ഈ ചടങ്ങ് നടത്തും. അതെന്റെ തീരുമാനമാണ്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ആനന്ദിന്റെ തീരുമാനം. എന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനാ, വേറെ ആരും അതിൽ ഇടപെടാൻ പാടില്ല. ഈ നിശ്ചയം എങ്ങനെയും മുടക്കിയേ പറ്റൂ. അതിനിപ്പോ എന്തൊരു വഴി? ഇത് ഞാൻ മാത്രം വിചാരിച്ചാലും അവള് മാത്രം വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. വീട്ടുകാരും ബന്ധുക്കളും കൂടി കല്യാണത്തിന് പിന്മാറണം. അതിന് വേണ്ടതൊരൊറ്റ മാർഗം, നന്ദനയും അവളുടെ ബന്ധുക്കളും വെറുക്കാനുള്ള മാർഗം. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഒരു കാര്യം ഉറപ്പാ, ഇനി എത്രയൊക്കെ സമ്പത്തുണ്ടെന്നും സൗന്ദര്യമുണ്ടെന്നും പറഞ്ഞാലും ശരി, ഒരാളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ ഒരു പെണ്ണും കല്യാണത്തിന് സമ്മതിക്കില്ല. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഓക്കെ, അത് തന്നെ ഐഡിയ. ഇതാണ് പറ്റിയ സമയം. ഈ അവസരം മുതലാക്കി രക്ഷപ്പെട്ടു. ഇതൊരു ജീവൻ മരണ പോരാട്ടം. ജയിച്ചേ പറ്റൂ. ജയിക്കും ഞാൻ. ജയം മാത്രം. ആ നന്ദന എവിടെയുണ്ട്? മാനേജർ. യെസ് മാഡം. അറേഞ്ച്മെന്റ്സ് എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് മാഡം. അറിയാലോ, വരുന്ന ഗസ്റ്റ് മറ്റാരുമല്ല, എന്റെ വുഡ് ബി ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഓഫ് മൈ ലൈഫ്. അറേഞ്ച്മെന്റ്സ് എല്ലാം അപ്പൊ ആ രീതിയിലായിരിക്കണം. ഓക്കെ? എല്ലാ കാര്യങ്ങളിലും മാനേജറുടെ ശ്രദ്ധ വേണം. ഡു യു ഫോളോ മീ? യെസ് മാഡം. ഓക്കെ. അമ്മ, നീ എന്താ നേരത്തെ പോന്നോ? വിളിച്ചിട്ട് പോലും ഫോൺ എടുത്തില്ലല്ലോ. അറേഞ്ച്മെന്റ്സിനെ കുറിച്ചൊന്ന് ചോദിക്കാൻ വന്നതാ. അരവിന്ദ് വരുമ്പോ ഒരു കുറവുണ്ടാവാൻ പാടില്ലല്ലോ. ഇനി 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റോറന്റിലേക്ക് അധികം കസ്റ്റമേഴ്സിനെ വിടണ്ട. ഓക്കെ? ഓക്കെ മാഡം.
ഗുഡ്. അമ്മയ്ക്ക് അതിശയം തോന്നുന്നു. എപ്പോഴും എല്ലാവരോടും വളരെ കാഷ്വൽ ആയിട്ട് ഇടപെടുന്ന നീ ഇപ്പൊ ഹോട്ടലിൽ നേരത്തെ വന്ന് ഇത്രയും അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാന്ന് വെച്ചാ? അത് വേറൊന്നും കൊണ്ടല്ല അമ്മേ. അരവിന്ദ് ഇങ്ങോട്ട് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞു. അതോർത്തപ്പോ ചെറിയൊരു എക്സൈറ്റ്മെന്റ്. ദാറ്റ്സ് ഓൾ. ആ, ദീപ്തി, ഹായ് അരവിന്ദ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. ആഹാ. എന്താ ഇവിടെ? ഞാനൊരു ഫാമിലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഓക്കെ ഓക്കെ ഓക്കെ, see you. Bye. ബൈ. നന്നായി. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടുന്ന എന്റെ മോളുടെ മുഖത്ത് അല്പം നാണോ സന്തോഷം കാണുന്നത് ഇപ്പോഴാ. ഇതെപ്പോഴും വേണം. ആ, അമ്മേ അരവിന്ദ്. ഹായ് നന്ദന. ഹായ് ആന്റി. ഹായ്. അരവിന്ദനെ കാത്തിരിക്കുകയായിരുന്നു. അരവിന്ദാണ് ഇവിടുത്തെ ചീഫ് ഗസ്റ്റ്. കുറച്ച് കഴിയുമ്പോഴും ഇങ്ങനെയൊക്കെ പറയണം. ചീഫ് ഗസ്റ്റ് ചീപ്പ് ഗസ്റ്റ് ആവരുത്. അരവിന്ദ്, ഇത് ഞങ്ങളുടെ ഹോട്ടലിന്റെ ഒരു ബ്രാഞ്ചാണ്. എങ്ങനെയുണ്ട്? ഓ കൂൾ. ഇവിടെ ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്റെ വുഡ്ബിടയാണെന്ന്. പ്ലീസ്. താങ്ക് യു. വെൽക്കം സർ. വെൽക്കം മാഡം. താങ്ക് യു. വരൂ. കം. വരൂ. ഇഷ്ടപ്പെട്ടോ? വെരി നൈസ് ആന്റി. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കും. എനിക്കിത്തിരി ജോലിയുണ്ട്. ഓക്കെ ആന്റി. ഓക്കെ. മാഡം ഓർഡർ പ്ലീസ്. നോ താങ്ക് യു. ഓക്കെ മാഡം. അരവിന്ദേ, മെനു കാർഡിലുള്ളതല്ല. ഇന്ന് അരവിന്ദന് എന്താണോ ഇഷ്ടം അതുണ്ടാക്കി തരും. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഗുഡ്. ഇന്ന് നിനക്ക് എന്നോടൊരു സ്പെഷ്യൽ കെയർ ആണല്ലോ. എന്നും ഇത് ഉണ്ടാവോ? കാണാതെ പിന്നെ. ഹലോ, യു ആർ മൈ സ്പെഷ്യൽ ഗസ്റ്റ് ടുഡേ. നോട്ട് ഓൺലി ടുഡേ ബട്ട് ഫോർ എവർ. ഇപ്പൊ എന്താ വേണ്ടെന്ന് പറഞ്ഞോ? ഈ ദുനിയാവിലെ എന്തും ഇവിടുത്തെ കിച്ചണിൽ റെഡിയാക്കി തരും. ഐ പ്രോമിസ്. താങ്ക്സ്. നന്ദനക്ക് എന്താണോ ഇഷ്ടം അത് മതി എനിക്ക്. എന്നാ അരവിന്ദിനുള്ള സ്പെഷ്യൽ ഡിഷായിട്ട് ഞാനിപ്പോ വരാം. ഒരു ഫ്രഷ് ജ്യൂസ് കുടിച്ചിരിക്കുമ്പോഴേക്കും ഞാനിങ്ങ് എത്താം. ഓക്കെ. ഓക്കെ. താങ്ക് യു. വെൽക്കം സർ. വെടിക്കെട്ടിന് സമയമായി. തുടങ്ങിയേക്കാം. ഹലോ. ഹായ്. കം ഹിയർ. വാ. എന്താ സർ? വാ ഇവിടെ ഇരിക്ക്. അയ്യോ വേണ്ട സർ, ഞങ്ങളിവിടുത്തെ സ്റ്റാഫാ. സ്റ്റാഫുകളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. 2 പേരും നല്ല സുന്ദരികളാട്ടോ. ദേ ഈ ജ്യൂസ് കുടിക്കുക. പേടിക്കണ്ട, എനിക്കുള്ള സ്പെഷ്യൽ ജ്യൂസ് ഇത് കുടിക്കുക. അയ്യോ വേണ്ട സർ. കം ഓൺ. എന്നാ പിന്നെ വേണ്ട. എന്താ തന്റെ പേര്? എവിടെ പഠിച്ചോക്കെ? ഇരിക്കേ, വാ കേക്കട്ടെ. ഇരിക്കേ. വേണ്ട സർ. ഷേ, എന്നാ പിന്നെ വേണ്ട. നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ദേ ഞങ്ങൾ 2 പേരും ഫോട്ടോ എടുത്ത്. ഇതാ ചിരിക്കേ. എടുത്തോ. വാ, ഇനി ഞങ്ങൾ 2 പേരും ഫോട്ടോ എടുക്കണം. വാ. അവിടെ അല്ല, ഇവിടെ. അമ്മ, അമ്മ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? നീ അങ്ങോട്ട് നോക്ക.
ഇനി നമുക്കൊരു സെൽഫി എടുക്കാം വാ. അരവിന്ദ്, you to get out. Out. സോറി മാഡം. നന്ദന, വാട്ട് ഈസ് ദിസ്? എനിക്കും അത് തന്നെയാ ചോദിക്കാനുള്ളത്. എന്തൊക്കെയാ ഇതെന്ന്, അതും എന്റെ ഹോട്ടലിലെ സ്റ്റാഫുകളോട്. ഛെ. അരവിന്ദ്, നീ കാണിച്ചത് വെറും ചീപ്പായി പോയി. അന്തസ്സില്ലാത്തവൻ. കം ഓൺ ആൻറ്റി, ഇതിലൊക്കെ എന്തെത്ര തെറ്റ്? എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉള്ളതാണ്. ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. ഓ, അത് ശരി. അപ്പൊ എവിടെ പെൺകുട്ടികളെ കണ്ടാലും നീ ഇതുപോലെ പിടിച്ചു നിർത്തും അല്ലേ? അമ്മ മതി, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെ പോലത്തെ ഒരു പെണ്ണുപിടിയെ കെട്ടുന്നതിനേക്കാളും നല്ലത് കല്യാണമേ വേണ്ടെന്ന് വെക്കുന്നത്. അമ്മ വാ, അഖിലാണ്ടേശ്വരി ആന്റിയോട് വേണം നമുക്ക് ഈ കാര്യം പറയാം. ഏയ് നന്ദന, പ്ലീസ് ആൻറ്റി, പ്ലീസ്, ഞാൻ പറയുന്നു കേക്ക്. അമ്മയോട് പറയരുത്. ഞാൻ വെറുതെ ഒരു തമാശക്ക്. ഛെ, മാറി നിൽക്ക്. വാ. നന്ദന ആൻറ്റി, പ്ലീസ്. ചെന്ന് അമ്മയോട് പറ ഈ കല്യാണം വേണ്ടത്. സംഗതി ഒത്തു. താങ്ക് യു ഗോഡ്, താങ്ക് യു സോ മച്ച്. ഇപ്പോഴാ ഞാൻ ഫ്രീ ബേഡായി. ആ ദുരിതം പോയി കിട്ടിയല്ലോ. ഉടൻ കല്യാണി വിളിച്ച് കാര്യം പറയാം. തള്ളയും മോളും കൂടെ ഉടനെ അമ്മയുടെ അടുത്ത് പോയതല്ലേ, അവരവിടെ എത്തിയ ഉടനെ കല്യാണോട് വിളിക്കാൻ പറയാം. ഹലോ. ആ അരവിന്ദ, കല്യാണിക്കൊന്ന് ഫോൺ കൊടുക്കോ? ആ, ഇപ്പൊ കൊടുക്കാം. കല്യാണി, എന്താ ചേച്ചി? നിനക്കാ ഫോണ്. ഫോണോ? ഇതിപ്പോ ആരാ എന്നെ വിളിക്കാൻ? ഹലോ. ആ കല്യാണി, ഞാനാ അരവിന്ദ്. ഞാനിന്ന് വളരെ ഹാപ്പിയാ. അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചേ. അതെന്താ ഇപ്പോ? എവിടുന്നാ വിളിക്കണേ? ഞാൻ ആ ജാട നന്ദനയുടെ ഹോട്ടലിന്റെ മുമ്പിൽ നിന്ന്. ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. ഇനി ഈ കല്യാണം നടക്കില്ല. സത്യം, ഇത് നടക്കില്ലെന്നേ. നടക്കില്ലെന്നോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സങ്കടം ഉണ്ട് കേട്ടോ. എന്ത് സങ്കടം? അവളെ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് എല്ലാവരോടും 100 പ്രാവശ്യം പറഞ്ഞതാ, ആരും കേട്ടില്ല. അതുകൊണ്ട് ഇത് മുടക്കാൻ ഞാൻ തന്നെ ഒരു മാർഗം കണ്ടെത്തി. ഇനി ഈ കല്യാണം നടക്കും തോന്നുന്നുണ്ടോ കല്യാണിക്ക്? ഐ ആം സോ ഹാപ്പി. എന്റെ ഈശ്വരാ, എന്ത് പൊട്ടത്തിനായി കാണിച്ചേ.
പൊട്ടത്തരൊന്നുമല്ല കല്യാണി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ആ തള്ളയും മോളയും കൂടെ അമ്മയെ കാണാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് വിളിക്കണേ. ഓക്കെ, എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ. അപ്പൊ ഓക്കെ കല്യാണി, ബൈ. ഹലോ യെസ് 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 യെസ്. നമസ്കാരം. പ്രതീക്ഷിക്കാതെയുള്ള വരവാണല്ലോ. ആന്റി ഇവിടെ. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കണം. ആന്റി പ്ലീസ്. നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു. ഹോട്ടലിൽ നിന്നൊരു ഫ്രണ്ടാ ഫോൺ ചെയ്ത് പറഞ്ഞത്. ദയവ് ചെയ്ത് ഇപ്പൊ അതൊന്നും അമ്മയോട് പറയരുത്. ഓഹോ, ഫോണിൽ കേട്ടപ്പോ ഇത്ര ഫീലിങ്സ് തോന്നിയെങ്കില് നേരിട്ട് കണ്ട് അനുഭവിച്ച് ഞങ്ങൾക്കപ്പ എന്ത് തോന്നണം? ചേട്ടായി ഒന്ന് പറഞ്ഞേ. പറയാനൊന്നുമില്ല. ഇതൊക്കെ അവൻ മനഃപൂർവ്വം കാണിക്കുന്നതെന്ന് അങ്ങനെ നിങ്ങളെ വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. എന്ത് കൺഫ്യൂഷൻ? ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു വെച്ചിട്ട് മറ്റുള്ള പെൺകുട്ടികളോട് നിന്ന് ശൃംഗരിക്കുന്നു, അതും എന്റെ കൺമുന്നിൽ വെച്ച്. റെഡിക്കുലസ്. എന്നിട്ടോ ഹോട്ടലിലെ സ്റ്റാഫിനോട് വൃത്തികേട് കാണിച്ചതും പോരാഞ്ഞിട്ട് സ്വയം ന്യായീകരിക്കുക. താൻ ചെയ്തത് തെറ്റല്ല, തന്റെ ക്യാരക്ടറാണ് പോലും. ഛേ, വൃത്തികേട്. ഈശ്വര, ഇനി എന്തൊക്കെയാ നടക്കാൻ പോണേ? ആന്റി, സംഭവിച്ചതും അവൻ കാണിച്ചതും ഭയങ്കര ബോർ ഏർപ്പാടാ, സമ്മതിക്കുന്നു. പക്ഷേ ഇത് അമ്മ അറിഞ്ഞാൽ ഒരുപാട് വിഷമിക്കും. പ്ലീസ് ആന്റി, ഈ വിഷയം അങ്ങ് കളഞ്ഞേക്ക്. ഇതിപ്പോ ഒരു ഇഷ്യൂ ആക്കണ്ട. വെറുതെ ഒരു കാരണമില്ലാതെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. കൊള്ളാം. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ സങ്കടവും വിഷമമൊക്കെ ഉള്ളോ? ഞങ്ങൾക്കതൊന്നും ഇല്ല അല്ലേ? അവനെ പോലൊരു ചെറുക്കിന് പെണ്ണിനെ കൊടുക്കാനിരിക്കുന്ന ഈ അമ്മയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. അവനെ കെട്ടാനിരിക്കുന്ന എന്റെ മോളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും അപ്പൊ ഞങ്ങളുടെ ഫീലിംഗ്? അറിയാം, നന്നായി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നന്ദനെ, എന്നെ വിശ്വസിക്കുക. ഞാൻ ഉറപ്പ് തരാം, അവനെ ഞാൻ മാറ്റിയെടുക്കാം. പ്ലീസ്, ഈ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കുക. സോറി മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ. നായയുടെ വാല് നിവർത്താൻ നോക്കുന്നതും അരവിന്ദിനെ തിരുത്താൻ നോക്കുന്നതും ഒരുപോലെയാണ്. ഒരു നൂറ്റാണ്ട് വിചാരിച്ചാലും ഒരു പ്രയോജനവും ഇല്ല. ഏതോ ഭാഗ്യത്തിന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല ഇതുവരെ. അതന്നെ വലിയ ഭാഗ്യം. കമോൺ നന്ദന, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് പരിഹാരം കാണാൻ പറ്റുന്ന പ്രശ്നമല്ലേ? ഞാൻ പറയുന്നത്. സോറി സോറി സോറി. ഞങ്ങൾക്ക് ഇപ്പൊ അരവിന്ദന്റെ യഥാർത്ഥ മുഖം കാണാൻ പറ്റി. നോ മോർ ഡിസ്കഷൻസ് നൗ. ഈ നിമിഷം മുതൽ നിങ്ങളും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. എല്ലാം തീർന്നു. അത് തൃച്ചമരത്തെ അഖിലാണ്ടേശ്വരി മാഡത്തിനോടൊന്ന് പറയണം. അതോടുകൂടി ഈ ചാപ്റ്റർ ക്ലോസ്. സർ, മാറ് പ്ലീസ്. കം ഓൺ.
നോക്ക്, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആരോടും ഒന്നും അപേക്ഷിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ റിക്വസ്റ്റ് ചെയ്യാണ്. അരവിന്ദിനെ ഞാൻ മാറ്റിയെടുക്കാം. ഇതെന്റെ വാക്കാ, എന്റെ ഉറപ്പ്. ദയവ് ഇത് നടന്നൊക്കെ മറക്കണം. നിങ്ങളിതൊന്നും ആനന്ദ്